എല്ലാവർക്കും നമസ്കാരം. മധുരമിഠായി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ പൊന്നമ്മ ടീച്ചറുടെ വീട്ടിലാണ് കേട്ടോ. ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാനിന്ന് പൊന്നമ്മ ടീച്ചറുടെ വീട്ടിലെത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം പഴയതിലും ഭയങ്കര ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ടീച്ചറെ കണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാനിങ്ങനെ കുറച്ചേരൊക്കെ സംസാരിച്ചപ്പോൾ ടീച്ചറിന് എത്ര പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളാണ് ടീച്ചറിനുള്ളത്. കുട്ടികൾക്കാണെങ്കിലോ ടീച്ചറിനെ കാണാനുള്ള കൊതിയുണ്ടാവും. പോയ ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിലിന്നും. അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും. മധുരമിഠായി ചാനലില് ബിനോയ് വീട്ടിലേക്ക് സ്വാഗതം. വരൂ 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 കയറി വരൂ കയറി വരൂ. പൊന്നമ്മ ടീച്ചറിനെ നമ്മുടെ മധുരമിഠായി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ടീച്ചറെ നമസ്കാരം. നമസ്കാരം. നമസ്കാരം ബിനോയ്, വളരെ സന്തോഷം. ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നോരാ നെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം. ഒരുപാട് മോഹങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് അനുഭവങ്ങളും ഉള്ള ഒരു കോങ്ങാട് സ്കൂളിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പ്രദേശത്തെ മിത്രക്കരി അല്ലെങ്കിൽ പുതുക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. എൻ്റെ വിദ്യാഭ്യാസം ആദ്യം 4ാം ക്ലാസ് വരെ മിത്രക്കരി സ്കൂളിലായിരുന്നു. അതിനുശേഷം എടത്വ സെൻ്റ് അലോഷ്യസ് സ്കൂളിലാണ് ഞാൻ പഠിക്കാൻ പോയത്. പഠിച്ചു. അവിടെ 10 വരെ ഞാൻ പഠിച്ചു. ആ കൂട്ടത്തിൽ എൻ്റെ നേരെ ഇളയനെ അനിയത്തി ഞങ്ങൾ ഒന്നിച്ചാണ് വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞ് എടത്വ സ്കൂളിലേക്ക് ഓടുന്നത്. പിന്നെ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ വള്ളത്തെ ഞങ്ങൾ പോകാറുണ്ട്. അങ്ങനെ വള്ളത്തെ കൊണ്ടുപോകാൻ ഒരാളുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ 10ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞ് ഞാൻ ചങ്ങനാശ്ശേരിക്ക് മലയാളം വിദ്വാൻ എന്ന് പറയുന്ന ഒരു കോഴ്സാണ് പഠിക്കാൻ വന്നത്. അപ്പോൾ ആ മലയാളം വിദ്വാൻ കോഴ്സ് കുട്ടനാട്ടിൽ നിന്ന് എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബോട്ട് മാത്രമേ ഉള്ളൂ, 8:30-ക്കുള്ള ഒരു ബോട്ട്. ആ ബോട്ടിൽ കയറി 9:45 ഞങ്ങൾ കോളേജിലെത്തുന്നു. അങ്ങനെ അവിടെ പഠിച്ചു. അന്ന് മുതലുള്ള എൻ്റെ 2 സുഹൃത്തുക്കൾ, ആ പഠനകാലത്തുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ, ഇപ്പോഴും ഞങ്ങൾ ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്നത് അതൊരു ഭയങ്കര അതിശയം തന്നെയാണ്. പലരും അങ്ങനെ പറയാറുണ്ട്, എന്താ ഇങ്ങനെയുള്ളൊരു അനുഭവം. ഒരു സുഷമ, ഒരു വസന്തകുമാരി. ആ സുഷമ ടീച്ചറായിട്ട് അത് റിട്ടയർ ചെയ്തു. ചെറിയ മോളുടെ കൂടെ കാനഡയിലാണ്. വസന്തകുമാരി മങ്കമ്പുകാരിയാണ്. അവർ ഇപ്പം ഗുരുവായൂർ ഫ്ലാറ്റൊക്കെ എടുത്ത് താമസിക്കുന്നു. ഇടയ്ക്ക് ഞാൻ ഗുരുവായൂർ പോകും, കാണാറുണ്ട്. വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ അല്ലാതെ വിവരങ്ങളൊക്കെ അറിയും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാറുണ്ട്. അതൊരു സന്തോഷം തന്നെയല്ലേ. പിന്നീട് അങ്ങനെ ആ ഔദ്യോഗിക ജീവിതത്തിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പാലക്കാട് വന്നത്. പാലക്കാട് മറക്കാൻ പറ്റാത്ത, അന്നത്തെ കാലത്ത് ഭയങ്കര കാടുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന, വീട്ടുകാർ പോലും സംശയമല്ല ഈ പാലക്കാട്ട് പോകണമെന്ന് എൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ട് എനിക്ക് ജോലി വേണമെന്നുള്ളൊരു വാശി കൊണ്ടാണ് ഞാനിവിടെ പാലക്കാട്, അതായത് വേലിക്കാട് ആദ്യം അവിടെ ജോലി ചെയ്തൊരു എയ്ഡ് സ്കൂളായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ജോലി ചെയ്തു. എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് കേട്ടോ. 8 കൊല്ലം ഞാൻ ഈ വേലിക്കാട് ഞാൻ ജോലി ചെയ്തു. അതിൽ പിന്നെ രമണി ടീച്ചർ, ശാന്തകുമാരി ടീച്ചർ, രാജലക്ഷ്മി ടീച്ചർ, മറിയാമ്മ ടീച്ചർ, മണിമാഷ, ഇങ്ങനെ കുറേ സുഹൃത്തുക്കൾ എനിക്ക് അവിടെ ഉണ്ടായി. അപ്പോൾ ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ മറിയാമ്മ ടീച്ചർ, രമണി ടീച്ചർ, രാജലക്ഷ്മി ടീച്ചർ, അവരുടെ മരണം എനിക്ക് വല്ലാതെ എൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ച ഒരു സംഭവം തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ദുഃഖം അവർ മരിച്ചതിലാണ്. അവരാണ് എന്നെ ഈ സംഘടന എന്ന് പറയുന്ന ആദ്യത്തെ KPTU എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയിലേക്ക് എന്നെ പ്രവർത്തിക്കാൻ സജ്ജമാക്കിയത് അവരൊക്കെ തന്നെയാണ്. മണിമാഷിൻ്റെ ചിത്രം ഇപ്പോഴുണ്ട്. ഞങ്ങൾ
പരസ്പരം ഫോൺ വിളിക്കാറുണ്ട്, വിവരങ്ങൾ അറിയാറുണ്ട്, ഒക്കെ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ വേലിക്കാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എടക്കാട് നരേശ്വര സ്കൂളിൽ ഉണ്ടായിരുന്ന ജനാർദ്ദന മാഷ എനിക്ക് നേരത്തെ അറിയാം, പക്ഷേ ഇവിടെ ജോലിയാണെന്നോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് ജോലി കിട്ടിയ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. പിന്നെ എൻ്റെ പ്രചോദനം, എൻ്റെ സംഘടനയെ പ്രവർത്തിക്കാനുള്ള അവസരം, ഇങ്ങനെ എനിക്ക് വർത്തമാനം പറയാൻ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുത്ത അദ്ദേഹം തന്നെയാണ്. അതെനിക്ക് മറക്കാൻ പറ്റില്ല. അദ്ദേഹം പിന്നീട് നമ്മളോട് സംസാരിക്കും. അപ്പോൾ അങ്ങനെ 8 കൊല്ലം ഞാൻ വേലിക്കാട് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് PSC കിട്ടി. ഞാൻ ആദ്യം 6 മാസം നല്ലേപ്പള്ളി സ്കൂളിൽ പോയി. നല്ലേപ്പള്ളി സ്കൂള് കുറച്ച് ദൂരമുണ്ട്, ചിറ്റൂർ കഴിഞ്ഞ് നല്ലേപ്പള്ളി സ്കൂള്. പിന്നീടാണ് ഞാൻ 1985 ഞാൻ കോങ്ങാട് സ്കൂളിൽ വന്നത്. ഈ കോങ്ങാട് സ്കൂളിൽ വന്നിട്ട് അങ്ങനെ അവിടെ ജോലി ചെയ്തു. പറളി സബ് ജില്ലയിൽ ഇന്നും പാലക്കാട് ജില്ലയിലും അറിയപ്പെടുന്ന ഒരു വലിയ ഒരു സ്കൂളാണ്, ഒരു മഹാ സംഭവം തന്നെയാണ് എന്ന് പറയാം. എനിക്ക് കോങ്ങാട് സ്കൂളിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ അഭിമാനമുള്ള കാര്യമാണ്. ആർക്കാണെങ്കിലും കോങ്ങാട് സ്കൂളിലേക്ക് വരണം എന്നുള്ള ഒരു പിന്നെ വിചാരമാണ് ഉള്ളത്. അത്ര പ്രസിദ്ധി നേടിയ ഒരു സ്കൂളാണ് കോങ്ങാട് സ്കൂള്. അവിടെ ഇതുപോലെ എനിക്ക് ഒരുപാട് സ്നേഹനിധികളായ സഹപ്രവർത്തകർ പിന്നെ ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഓരോ കാര്യത്തിനും ഇപ്പോൾ പെൻഷനായിട്ടും പെൻഷൻ്റെ സംഘടനയിലൊക്കെ, അതായത് KSSPU എന്ന് പറയുന്ന സംഘടനയിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അവിടെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആ സംഘടനയിൽ ഉള്ളവർ തന്നെ ഇപ്പോൾ ഈ പെൻഷൻ സംഘടനയിലും ഉണ്ട്. അതൊക്കെ വളരെ സന്തോഷമാണ്. പിന്നെ എടുത്തു പറയത്തക്ക ആൾക്കാരാണ് മോഹനൻ മാഷ്, ദിനകരൻ മാഷ്, വി എ രാജൻ മാഷ്, ചന്ദ്രിയ ടീച്ചർ, ലീലാമണി ടീച്ചർ, ഇപ്പം അങ്ങനെ KC ഗീത ടീച്ചർ, വിമലാദേവി ഇപ്പം പിന്നെ പാലയിലാണ് താമസിക്കുന്നത്, അവരുടെ നാട്ടിലേക്ക് പോയി. അങ്ങനെ ഒരുപാട് പേര്, രവിചന്ദ്രൻ മാഷ്, അവരൊക്കെ വളരെ സജീവമായിട്ട് ഇന്ന് പെൻഷനാണേലും മറ്റ് പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു രീതിയിൽ അതുപോലെ തന്നെ കുട്ടികൾ, പിന്നെ ഇപ്പം ശാസ്ത്രമേളയാണെങ്കിലും കൊള്ളാം, സ്പോർട്സ് ആണെങ്കിലും കൊള്ളാം, കലാമേളയാണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ കലോത്സവമാണെങ്കിലും കൊള്ളാം, ഏത് കാര്യത്തിനും മിടുക്കരായ കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെ ഓരോ കമ്മിറ്റിയിലും തിരഞ്ഞെടുക്കുമല്ലോ. പക്ഷേ അങ്ങനെ തിരഞ്ഞെടുത്താലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ഞങ്ങൾ കുറച്ച് പേര് സ്ഥിരമായിട്ട് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് പോകുന്ന ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷം. അതുപോലെ കോങ്ങാട് സ്കൂളിൽ നിന്ന് ടൂർ പോവുക, ഇതൊക്കെ പറയുമ്പോൾ ഒന്നിച്ചൊരു പോക്കായിട്ട് വീട്ടുകാരുടെ കൂടെ പോകുന്നതിലും നമുക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ആ ഒരു യാത്ര, ആ ഒരു അനുഭവം ഒക്കെ നല്ല തന്നെയാണ്. അപ്പോൾ അതുപോലെ ഈ കുട്ടികൾ ഇങ്ങനെ മെഡിക്കന്മാരായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ധാരാളം പല മേഖലകളും വ്യത്യസ്ത മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. വക്കീലന്മാർ, ഡോക്ടർമാർ, പിന്നെ എൻജിനീയർമാർ എന്ന് വേണ്ട എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന കുട്ടികളുണ്ട്. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം, നമ്മുടെ സമ്പത്ത് എന്താണ് ഈ കുട്ടികൾ. എവിടെ കണ്ടാലും എവിടെ വെച്ചാണെങ്കിലും ഒരു കുട്ടിയെങ്കിലും നമ്മൾ ഏത് മുക്കി പോയാലും നമുക്കുണ്ടാവും. അപ്പോൾ അവിടെ വന്ന് ഓടി വന്ന് ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾ കാലിൽ തൊട്ട് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹം ഗയശ്രീ എന്ന് പറയുന്ന മഹാസംഘടനയിലെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള അജിത്ത് എൻ്റെ ഒരു ശിഷ്യനാണ്. അതുപോലെ തന്നെ ഇപ്പം കോങ്ങാട് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ തരത്തിലും മിടുക്കിയായ ഒരു സുജാത ടീച്ചർ ഞാൻ പഠിപ്പിച്ചാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ പഠിപ്പിച്ചത് പിന്നെ നമ്മുടെ മാത്രം കഴിവല്ല കേട്ടോ, അത് കുട്ടികളും അവരും അതിനനുസരിച്ച് പഠിക്കുകയും മിടുക്കരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇങ്ങനെയുള്ള ചില കുട്ടികളെ കാര്യം ഞാൻ പറഞ്ഞത്. സന്ദീപ്, അങ്ങനെ. അപ്പോൾ എനിക്ക് പേരൊന്നും ഓർക്കാൻ കഴിയുന്നില്ല, കുറേ കാലമായി റിട്ടയർ ചെയ്തിട്ട്. പക്ഷേ ഈ കുട്ടികൾക്ക് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ കാണുമ്പോഴാണ്, അയ്യോ കുട്ടാ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോഴാണ് ആ പേര് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ചില വെറുതെ കുട്ടികളുണ്ടാവും, പക്ഷെ ആ വികൃതി കുട്ടികളൊക്കെ നമ്മൾ നല്ല രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്കൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇന്നും ഈ കോങ്ങാട് സ്കൂൾ ഞങ്ങൾ വർക്ക് ചെയ്തപ്പോഴുള്ള ആ ഒരു കെട്ടിടമേ അല്ല, ഇപ്പം ഇതിൻ്റെ 4-5 നിലകളുള്ള വലിയ വലിയ കെട്ടിടങ്ങളായിട്ട്
തീർന്നിട്ടുണ്ട്. ഇന്ന് ഈ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്കൂളാണ്. എല്ലാ തരത്തിലും പ്രവർത്തനങ്ങൾ മികവുറ്റ ഒരു സ്കൂളാണ് കോങ്ങാട് സ്കൂള് എന്ന് ഉള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കേട്ടോ.